ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്നലെ പാലക്കാട് DG അമ്യൂസ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം ഇന്നലെയാണ് ഉദ്ഘാടനം. അപ്പം ഞങ്ങളും പോയിരുന്നു. അവിടേക്ക് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഫ്രണ്ടേജ് ടിക്കറ്റ് കൗണ്ടറിലാണ്ട് അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറേ എന്തൊക്കെയോ പറയുന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു, എന്താ പറയണ്ടത് കുറേ ചിരിച്ചിരുന്നേ. അപ്പോൾ അവിടുത്തെ ഉദ്ഘാടനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷെ ഭയങ്കര തിരക്ക്, എന്താ അറിയില്ല. പാലക്കാട് ഇങ്ങനെ അതിൻ്റെ ഉൾസൈഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര എത്രപ്പാടും ചാട്ടവും ഒക്കെ ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി, അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. ആഹാ, എന്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റും അടിപൊളിയായിരുന്നു കാണാൻ തന്നെ. എങ്ങനെയാണ് വർണ്ണിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്കറിയില്ല. അത്രയും സൂപ്പറായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും കുട്ടികൾക്ക് കാണാൻ പറ്റിയതും പരമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും, അതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ മ്യൂസിക്കും പാട്ടും എല്ലാം ആയിട്ട് എന്താ പറയുക, അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു കളർഫുൾ അവർ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നമ്മുടെ പാലക്കാട് ഇങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ പാലക്കാട് നമുക്ക് ഇങ്ങനെ വന്ന് കാണാനും ഭയങ്കര ഒരു സന്തോഷം. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് കാണണം, എന്തായാലും കാണണം. ഇപ്രാവശ്യത്തെ വെക്കേഷനും നമുക്ക് DGയിലേക്ക് തന്നെ വരണം. എന്താ വെച്ചാൽ നമുക്ക് അവിടെ തന്നെ നിന്നാൽ തന്നെ നമ്മുടെ പകുതി എന്താ പറയുക ടെൻഷനുകളും തീരും. അത്രയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് അവിടെ പോയാൽ. ഒരുപാട് വെള്ളച്ചാട്ടവും ഒരുപാട് എന്താ പറയുക, നമുക്കത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കറിയില്ല. ഒരുപാട് വെള്ളത്തിൽ കുറച്ചൊക്കെ ഞാനും കളിച്ച്, എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. ഞാനും കുറേ അപ്പുറത്ത് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പറയുന്നുണ്ട് വെള്ളം നനയണ്ട, ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഇവിടെയുള്ള കുറേ കാര്യങ്ങളും എല്ലാം കൂടി ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ കുറേ ഒരു ബോട്ടും കാര്യങ്ങളും, ബോട്ടിൽ തന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ ബാക്കിയാണ് അവിടെ കളിക്കാനുള്ള കുറേ കുട്ടികൾക്കും വലിയവർക്കുമായിട്ട് കളിക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറേ ഷോപ്പുകൾ ഉള്ളിലുണ്ട് കേട്ടോ, അച്ചാറും അതുമായിട്ട് ഒരുപാട് ഷോപ്പുകൾ. അത് ഞങ്ങളെല്ലാം കണ്ട് നിങ്ങളും പോകണം, എന്തായാലും മറക്കരുത്. നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അതിന് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.